ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഏറ്റവും വലിയ ചലഞ്ച് എടുക്കാൻ പോവാണ്. ഒന്നും പറയണ്ട, ഞാനും ഐബും കൂടിയിട്ട് ഇന്ന് ഒറ്റക്ക് പുറത്തു പോയിട്ട് ഇതുവരെ പോയിട്ടില്ല. ചെറുപ്പത്തിൽ അങ്ങോട്ട് ഐബു ചെറുത് ഒരു 9 മാസം കണ്ടുള്ളപ്പോ അവൻ സ്റ്റോളിൽ ഇരിക്കാനുള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മെട്രോയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും പോയിട്ടില്ല. അപ്പൊ ഇന്ന് ഞാനും ഐബും മാത്രമുള്ള ഡേറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ചലഞ്ചിങ് ആവും. കാരണം സാധാരണ പുറത്തേക്കൊക്കെ പോയാൽ ഐബു ഡീൽ ചെയ്യുന്നത് ഫുൾ ചാമ്പയൊക്കെ അവ ഓടുകയാണെങ്കിലും, കാരണം അവൻ ഒതുങ്ങിയിരിക്കൂലല്ലോ, ഫുള്ള് ഓട്ടല് ചെയ്യുക, അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. അപ്പൊ അതിനൊക്കെ ഡീൽ ചെയ്യേണ്ട എടുത്ത് നടക്കുന്നതൊക്കെ ചാമ്പയൊക്കെ. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാറില്ല. അപ്പൊ പിന്നെ എന്താവോന്ന് അറിയാം, ഞാനും ഇവനും കൂടിയിട്ട് എന്തായാലും പോയി നോക്കാം. പിന്നെ മെട്രോയിൽ അവനക്ക് ഇരിക്കാൻ തീരെ ഇഷ്ടമില്ല. അന്നൊരിക്കൽ ഞങ്ങള് കാക്കാൻ അമ്മയായിട്ടൊക്കെ മെട്രോയിൽ പോയപ്പോ അവ ഇരിപ്പരങ്ങില്ലാണ്ട് ഇരിക്കാൻ തീരെ പറ്റില്ല. അപ്പൊ ഞാൻ ടാബ് എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും വെച്ചോടത്ത് ഇരിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ അറ്റ കൈ പറ്റില്ലെങ്കിൽ ഞാൻ ചെറിയ ചെറിയ ചോക്ലേറ്റ്സും ക്രോസോണും അങ്ങനെ കേക്കൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്നും പറ്റൂലല്ലോ, എന്താവെന്ന് അറിയില്ല. അപ്പൊ നമ്മളെ പ്ലാൻ ഇപ്പൊ ഷാമിയാക്ക ഇന്ന് വ്യാഴാഴ്ചയാണ്. സാധാരണ ഷാമിയാക്ക വ്യാഴാഴ്ചയിൽ പുറത്തൊക്കെ പോവാറുണ്ട്, ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഗ്യാങ് ഔട്ട്. അപ്പൊ ഞാൻ അമ്മയുടെയും കാക്കാടെയും കൂടെയാണ് പോവാറ്. അപ്പൊ ഇന്ന് അവര് നാട്ടിൽ പോയേക്കും, അപ്പൊ അവരില്ല. അപ്പൊ ഇന്ന് ക്രിസ്മസ് ഒക്കെ ഞാൻ വിചാരിച്ചു വലിയ ക്രിസ്മസിന്റെ ഇതൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് പോണത്. പക്ഷെ മളഫ്കത്തിൽ ട്രീ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നോക്കാം. ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും പോയി നോക്കി നോക്കാം. അപ്പൊ ഷാമിയാക്ക പിന്നെ മെട്രോയിലാക്കും, പിന്നെ ഞാനും ഐബും കൂടിയിട്ട്. അപ്പൊ എന്താവും വിശേഷം എന്നൊക്കെ നിങ്ങൾ ഇതിന്റെ കൂടെ വന്നിട്ട് ഫുള്ള് കാണട്ടോ. അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ അടക്കാം. ഐബു എങ്ങടെ പോണേ? ആരൊക്കെ? പപ്പല്ല, മമ്മയും കൊറേ മുട്ടയുള്ള സ്ഥലത്തേക്കൊന്നും പോണേ. അനക്ക് ഐസ്ക്രീം വേണമെങ്കിൽ മേടിച്ചാലാ. ഏതാ? സിറ്റി സെന്റർ. ചെറുതായിട്ട് പ്ലാൻ മാറി ഷാമിയാക്കയുടെ കൂടെ പോകണം വിചാരിച്ച്. പിന്നെ ജജ്ജുവിനോട് മെട്രോ ആക്കി തരാൻ പറഞ്ഞു ഷാമിയാക്ക അർജൻറ്റായിട്ട് വേഗം കളിക്കാൻ പോകണമായിരുന്നു. അപ്പം പിന്നെ ജജ്ജുവിനായിട്ട് പോകണം കേട്ടോ മെട്രോക്ക്. ഗുഡ് ബോയ് ആണ് ഈ ബൂസേ. തലയെക്കൂടെ ഇടത്, തലയെക്കൂടെ ഇടണോ? മെല്ലെ 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 മെല്ലെ. കൈ പിടിച്ചില്ലേ നടക്കാമ്മയുടെ കൂടെ? നല്ല കുട്ടിയാണ്. ഇതിലൊറ്റക്ക് കയറും. മെല്ലെ മെല്ലെ മെല്ലെ. ഞാൻ പിടിക്കാം. വാ ഞാൻ പിടിക്കാറുന്നില്ലേ? അങ്ങനെ ഞങ്ങള് മെട്രോയില് പോയിക്കൊണ്ടിരിക്കട്ടാ. ചെക്ക ഇതുവരെ കുഴപ്പമില്ല, ഓടാണ്ട് ഈ ഓടില്ല. എന്തൊക്കെ ആവുന്നൊക്കെ വീഡിയോ എത്ര കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാം. അപ്പൊ ഇന്ത്യയിലാണെച്ചെങ്കിൽ മെട്രോ കാർഡില്ല. അപ്പൊ നമ്മൾ ഡേ പാസ് എടുക്കാൻ വിചാരിച്ചു. അപ്പൊ ഇന്ന് മൊത്തം ഉപയോഗിക്കാമല്ലോ. അപ്പൊ അങ്ങനെ ഡേ പാസ് എടുക്കാൻ ഞാൻ നിൽക്കട്ടാ. അവനോടുണ്ട്. അങ്ങനെ നമുക്ക് ഡേ പാസ് ഒക്കെ കിട്ടി. ഐബോനിത് വേണ്ട അല്ലേ? ഐബോന് വേണ്ടത്. വാ ഇതിൽ കൂടെ വാ, അമ്മ എടുക്കാം. ഇല്ലെങ്കിൽ അതിൽ കൂടെ പോകാൻ പറ്റില്ല. ഇത് വണ്ടിയില് കേറി കഴിഞ്ഞ തരാം. നമ്മൾ മെട്രോ. ഐബു ഹായ്. എവിടെ പോണേ? മളഫ് കത്രിക്ക. ഇതെന്തിലാ കേറിയേക്കണ്? കാറല്ലത്, മെട്രോ. എന്താ മെട്രോ? നല്ല കുട്ടിയെ ഇരിക്കണ്ടല്ലോ. ഗുഡ് ബോയ് ആട്ടോ. അപ്പൊ നമ്മള് മളഫ് കത്രിക്ക ആയതുകൊണ്ട് 2 മെട്രോ കയറണം. അപ്പൊ നമ്മള് അൽബിദയില് ഇറങ്ങിയിട്ട് ഇനി അടുത്തത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അവന് ഏതൊക്കെ ചീത്താത്തമാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ ട്രെയിനിൽ വലിയ കുഴപ്പമില്ല, അടുത്തതിൽ എന്താവും എന്നുള്ള അറിയാം. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് സംസാരിച്ചൊക്കെ ഇത് പേരൊക്കെ പറഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ കുട്ടപ്പ വിളിക്കണ കുട്ടപ്പ. പിന്നെ കൂടെ നടക്കും കുഞ്ഞപ്പ.
ഐബക്ക് നിന്റെ പേര് പറഞ്ഞെടുക്കേ ഞാൻ ചോദിച്ചാ അവര് ചോദിച്ചിട്ടില്ലല്ലോ. പോണ് ആയിട്ടില്ലടാ, പോവാനായിട്ടില്ല ശരിക്കും കേറിയേക്ക്. ആയ അമ്മ പറയാട്ടാ, ആയിട്ടില്ല. ആയിട്ടില്ലടാ, ഒതുങ്ങിയിരിക്കും കുറച്ചു നേരം. അപ്പോൾ ഞങ്ങൾ മാൾ ഓഫ് ഖത്തറിക്ക് കയറി മെട്രോയിൽ ഞങ്ങൾ വേറൊരു ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് എന്തൊരു ടെൻഷൻ ആരും ഇല്ലാത്തപ്പോൾ പിന്നെ നാട്ടിലത്തെ പോകത്ത് ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളും ഇവിടെ സേഫ് അല്ലേ. വൈബ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എത്തിയാന്ന് ഇങ്ങനെ കരഞ്ഞിട്ടൊന്നുമല്ല, ഒരു മര്യാദക്ക് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അങ്ങനെ കുഴപ്പമില്ലാണ്ട് മൂപ്പരുകളായിട്ട് അങ്ങോട്ട് എത്തി, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വെൽക്കം ടു മാൾ ഓഫ് ഖത്തർ. മെല്ലെ 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 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, അവിടെ വീഴല്ലേ. ഇഷ്ടായ നമുക്ക് പിന്നെ മാളിൽ വന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വിൻഡോ ഷോപ്പിംഗ് അല്ലേ. ആ രീതിയിൽ ഞാൻ മാക്സിലും RNBയിലൊക്കെ കയറാൻ വെച്ച് നോക്കിയപ്പോൾ ഉണ്ട് അവിടെ ഒക്കെ ഇങ്ങനെ ഓഫർ കാണാണ്ട്. മാക്സിലല്ല RNBയിലല്ലേ. അപ്പോൾ പിന്നെ നോക്കാം, എന്തെങ്കിലും വിൻ്ററിൻ്റെ ഡ്രസ്സ് കാണുകയാണെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി നോക്കി. ഗേൾസിൻ്റെ ഭാഗത്ത് നോക്കി നോക്കുമ്പോൾ എനിക്കൊന്നും അത്ര സൂപ്പറായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഡ്രസ്സൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടാണ്ടായപ്പോൾ ചെരുപ്പ് നോക്കിയിട്ട് എനിക്ക് ഇങ്ങനത്തെ വിൻ്റർ ടൈപ്പ് ചെപ്പൽ വേണ്ടിയിരുന്നു. പക്ഷേ എൻ്റെ സൈസിനൊന്നും എനിക്ക് അതും കിട്ടിയില്ല. എന്താ പണി അനക്ക്? ആ ഡ്രസ്സ് വലിയ ആൾക്കാരുടെ ഒക്കെ ടോയ്. ആരെ ടോയ്സ്? ആരെ ടോയ്സ്? ആരെ ടോയ്സ്? പിന്നെ ഞാൻ ഇന്ന് ഇട്ട ഡ്രസ്സ് ഉണ്ടല്ലോ, എനിക്ക് ഏകദേശം ഒരു 5 കൊല്ലം മുമ്പ് എൻ്റെ കല്യാണത്തിന് തൊട്ട് മുമ്പത്തെ ബർത്ത്ഡേക്ക് എൻ്റെ കസിൻസിനൊക്കെ മേടിച്ചു തന്നാട്ടേക്ക് മണാലി പ്രാന്ത് ഇടുന്ന സമയത്ത്. അപ്പോൾ പിന്നെ അവിടെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ജോർജിയ തണുള്ള പോയപ്പോൾ ഒന്നും ഇത് ഇടാൻ പറ്റിയില്ല. അപ്പം ഇന്നിപ്പോൾ നല്ലൊരു ഓപ്ഷനായി തോന്നിയപ്പോൾ ഇട്ടതാ കേട്ടോ. തലേന്ന് അടിയിക്കിട് ദൂരെ പോയിക്ക് നോക്കട്ടെ. സൂപ്പർ. അങ്ങനെ എനിക്ക് വലിയ കളക്ഷനൊന്നും കിട്ടിയില്ലെങ്കിലും ഐബു ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ഹുഡി ടൈപ്പ് സാധനം കിട്ടിയിട്ട് ഈ വിൻ്ററിലൊക്കെ ഇടാൻ പറ്റണ പോലത്തെ. അവനക്കാണെങ്കിൽ ഇങ്ങനത്തെ ഹുഡി ടൈപ്പ് ഇഷ്ടമാണ്. അപ്പോൾ നല്ലൊരു ബ്ലൂ കളർ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് അങ്ങനെ മാക്സിന്ന് ഇറങ്ങി. മെല്ലെ ഇറങ്ങിട്ടാ. ഹാപ്പി ഉരുകിറ്റ് വാ. വൈദ്യക്കൂടെ വായിപ്പോ ഉരുക്. ഉരുക്. ഇല്ല ഇങ്ങോട്ട് ഉരുകടാ. ഊരുകട ഇങ്ങോട്ട്. ഗുഡ്. അവിടുന്ന് ചാടി.
ഞാൻ അങ്ങനെ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നടക്കുമ്പോഴേ കുറേ ടൈം പോവുക. അപ്പോൾ ചെക്കനൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഒരു ½ പാർക്കിൽ കയറ്റി കളിപ്പിച്ചതാട്ടോ. അപ്പോൾ അവനും നല്ല ഹാപ്പി. അതിന് ശേഷം ഞങ്ങൾ R&Bയിൽ കയറി നോക്കി. പക്ഷെ R&Bയിലും കുട്ടികൾക്കും ഇല്ല നമുക്കും ഇല്ല വലിയ സുഖമൊന്നും തോന്നില്ല. സെയിലുണ്ട് പക്ഷെ സുഖമില്ല. പിന്നെ എന്തായാലും നല്ല വിശക്കുണ്ടായിരുന്നു. അത്യാവശ്യം ടൈം എല്ലാവർക്കും ഒരേ ഡ്രസ്സ് നോക്കി നടന്ന് അത്യാവശ്യം ടൈം പോകുമല്ലോ. അപ്പോൾ എന്തായാലും വിശക്കണില്ല വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡ് കോർട്ടിലേക്ക് പോയിക്കോട്ടെ. അപ്പോൾ ഏതൊക്കെ വേണ്ടത് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അവനക്ക് എരിവുള്ള ഫ്രഞ്ച് ഫ്രൈസ് വേണം, ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൂപ്പയാളിൻ്റെ പിന്നാലെ നടക്കണ്ടേ. അപ്പോൾ അത് ഞാൻ എന്നാൽ മെക്ഡൊണാൾഡിന് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് അവിടെ തിന്നിരുന്നുള്ളൂ. അപ്പോൾ ഇതിന് എന്ത് തിന്നണ്ടെന്ന് ആലോചിക്കാം. കേട്ടില്ല എത്ര എന്താ ചോദിച്ചു? ഐസ്ക്രീം പിന്നെ കൊള്ളാം. ഏത് ഫ്ലേവർ? ഓറഞ്ചില്. വാനില. എന്താ വാനില? മമ്മാളിൽ എന്തിനാ പൈസ ഉള്ളോ? KFC രണ്ടിനും മമ്മാള് പൈസ ഉള്ളൂ അല്ലേ? ബാക്കി ആരല്ലേ പൈസ? ഹാപ്പി ആയി പൊന്നെ. ഞങ്ങൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചിരിക്കട്ടെ. എനിക്ക് പിന്നെ ഐസ്ക്രീം വലിയ ഇഷ്ടമല്ല. അപ്പോൾ അവനക്ക് മാത്രം മേടിച്ചോളൂ. അതിൻ്റെ ഇടയിൽ പാവം കണ്ടിട്ട് ഇന്ന് അവൻ്റെ വേറൊരു വേർഷൻ ഞാൻ കണ്ടു. അതായത് നല്ല ഐബു ഷാമിയാക്കളുള്ള പോത്തല്ല പോവൊക്കെ നല്ല ഇഷ്ടം. ഇനി ഇടങ്ങറാക്കിയിട്ടേ ഇല്ല. കുറേ നടന്നില്ലേ, കുറേ നടന്നെടുക്കാനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തോ ടോയ്സ് എന്ത് വേണം കളിക്കണം എന്നൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പപ്പ ഇല്ലല്ലോ, പപ്പാലല്ലേ പൈസ, മമ്മാല് പൈസ ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ നോക്കി മമ്മ അങ്ങനെ വാശി പിടിക്കുക ഒന്നും ചെയ്തില്ല കേട്ടോ. ഷാമിയക്കളപ്പോൾ കളിക്കുന്നതൊക്കെ കണ്ട് വാശി പിടിക്കുന്ന ആളാണ്. അപ്പോൾ എന്തിനാ മമ്മാല് പൈസ ഉള്ളത്? ഞാൻ മുന്നിൽ KFC മേടിക്കാനും ഐസ്ക്രീമിന് മാത്രം പൈസ ഉള്ളവർ ഓക്കെ മമ്മ എന്നൊക്കെ പറഞ്ഞു. ഷാമിയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഷാമിയൊക്കെ പറഞ്ഞ് കളിക്കാൻ കൊണ്ട് കളിപ്പിച്ചോ ഇനിയെന്നൊക്കെ കൊണ്ട് കളിക്കാതെ പറ്റി. ഇപ്പോൾ പപ്പ പൈസ ഒന്നും കളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ. നല്ല കുട്ടിയായിരുന്നു അല്ലേ? ഗുഡ് ബോയ് ആയിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തിന്നുകൊണ്ട് നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ എന്താ കഴിക്കണ്ടേ? ഇപ്പം എനിക്ക് മാത്രം KFC മതിയോ, ഞാൻ എന്താ വേറെ കഴിക്കണേ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഞാൻ തൊപ്പിയൊക്കെ ഊരിക്ക് തോന്നി ഇതാ ഒന്നുകൂടി രസം തൊപ്പിനും കാട്ടി. തൊപ്പിടുമ്പോൾ എന്തോ ഒരു ഭാരം പോലെ. തിന്ന് ലാസ്റ്റ് ആ പിക്ക് തന്ന് ഇക്കും ഇതായിട്ട് ഇഷ്ടം ലാസ്റ്റത്തെ. അതായത് ഐസ്ക്രീം അല്ലാണ്ട് ഈ ബിസ്ക്കറ്റ് ബാഗൊക്കെ ഇഷ്ടമുള്ളൂ. അവനെ വെച്ചെങ്കിൽ ഓൾമോസ്റ്റ് കുറേ തിന്ന് വിശക്കണോണ്ടാവേ നമ്മൾ വൈകിട്ടൊന്നും കാര്യമായിട്ട് തിന്നിട്ടില്ല. പിന്നെ ഇവിടെ ഫുള്ള് കറക്കരുത് ഇതൊന്നും വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഐസ്ക്രീം തന്നെയാണ്. ഇനിയിപ്പോൾ അവർക്ക് എരിവുള്ള ഫ്രഞ്ച് ഫ്രൈസ് എന്തെങ്കിലും KFC എന്തെങ്കിലും മേടിക്കണം. തിന്നോന്നറിയില്ല. ഞാൻ തിന്നിട്ട് ബാക്കി. ഒക്കെ ഭ്രാന്ത് പിടിച്ച് ഇവിടെ KFCയിൽ ക്യൂ നിന്ന് ഓർഡർ ചെയ്യാൻ നോക്കുമ്പോണ്ട് ചിക്കനൊക്കെ കഴിഞ്ഞ് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ഹലോ വിശന്നിട്ട് വെച്ച് വലഞ്ഞ്. ഭാഗ്യത്തിൽ ചെക്കന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, അത് ഓർഡർ ചെയ്ത്. ഞാൻ പിന്നെ പപ്പ ജോൺസിൽ തന്നെ പോയി സ്മോൾ പിസ്സ ഓർഡർ ചെയ്തു. എനിക്ക് പിസ്സ വല്ലാണ്ട് ഇഷ്ടമല്ല. പക്ഷെ കുറേ കാലമായി പിസ്സ തിന്നിട്ട്. കുറേ വന്ന ആ മാസം തിന്നിട്ടുള്ളൂ. അപ്പം പിന്നെ ഒരു പൂതി. പിന്നെ അമ്മീനായിട്ട് ഇടയ്ക്കൊന്നും തിന്നു തോന്നുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല. എന്തൊരു KFC പിസ്സ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ പപ്പ ജോൺസ്. മറ്റയാൾക്കപ്പോൾ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഓ ചൂട്. തന്നെയാ കുറേ ആയിട്ട് തിന്നാത്തോണ്ടാന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ് തോന്നുന്നു പിസ്സക്ക്. നല്ല ചീസി ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ചൂടോടെ തിന്നുമ്പോഴേ ഇതാണ് നല്ല ടേസ്റ്റ്. പക്ഷെ എന്നിട്ട് ഞാനപ്പോൾ അങ്ങനെ ആസ്വദിച്ച് തിന്നോടിക്കുക. കോളൊന്നും മേടിച്ചില്ല, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നെ പോയി മേടിക്കൊക്കെ മടിയായി. എനിക്ക് പിന്നെ സ്മോൾ പീസ് തന്നെ പറ്റുള്ളൂ. ഇത് ചിലപ്പോൾ ഫുൾ ആക്കൂല. അത് ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെയുണ്ട്? കൊള്ളാം. എനിക്ക് പിസ്സ 2 പീസൊക്കെ തിന്നാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ 2 പീസിന് പറ്റി വയറ് ഫുള്ളായി.
അങ്ങനെ KFC ചിക്കൻ കഴിഞ്ഞ് പറഞ്ഞപ്പോൾ ഞാനും ബർഗർ കിങ്ങിൽ വന്നിട്ട് സ്ട്രൈപ്സ് മേടിച്ചു. അല്ലാണ്ട് വേറെ രക്ഷയില്ല. ഇപ്പൊ തിന്നൂലേ? ആ തിന്നണം. അതൊന്നും ചിക്കൻ ഉണ്ട്. ചിക്കൻ ഉണ്ട്. സൂപ്പറാ കണ്ട. സ്ട്രൈപ്സ് ആണ് കിട്ടിയത്. ഇത് തിന്നണം. ഈ ഒരു ചെറിയ പീസ് തിന്നണം, മനസ്സിലായ? ഫുൾ തിന്നണം കേട്ടോ. സ്ട്രൈപ്സ് ആണ്, വലിയ പീസൊന്നുമില്ല. എങ്ങോട്ട് ഓടണേ? വാ വാ, നടക്ക് നടക്ക്. മെല്ലെ മെല്ലെ മെല്ലെ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ടാ ഏകദേശം 11:30 സമയം. മിക്ക ഷോപ്പിലും എല്ലാരും പോയി തുടങ്ങിയേക്കണേ. നല്ലൊരു ദിവസമായിരുന്നു. ടൈപ്പ് ഇവിടെ ടൈപ്പ് ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അങ്ങനെ ഞങ്ങള് ഇന്നിപ്പോ വീക്കെൻഡ് ആയിട്ട് മെട്രോ 12:30 വരെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ പിന്നെ കുഴപ്പമില്ല. ആദ്യം ഞാൻ വിചാരിച്ചു മെട്രോ ക്ലോസ് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചു. 11:30 സമയം പോയത് അറിഞ്ഞില്ല. ഓരോന്ന് നോക്കി അങ്ങനെ നടന്ന് ഇങ്ങനെ നടന്ന് അങ്ങനെ ഞങ്ങൾ മെട്രോ ഒക്കെ നടക്കുകയാണ് ഇപ്പോൾ. ഫുഡ് കോർട്ടിൻ്റെ ഫ്ലോറിൽ തന്നെയല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. മറ്റാൾ നടക്കണ്ടിട്ട ഷാമേക്കുള്ള പിടിക്കാൻ പറയണ ആളെന്ന് വലിയ ഇടങ്ങറാക്കില്ല, നടക്കണ്ട്. ഓർഡർ അയ്യോ. ഊരണ്ടോ ഊരിയതാവൂലേ? അങ്ങനെ ചെക്കന് മെട്രോ സ്റ്റേഷനിൽ തന്നെ ഡയപ്പറൊക്കെ മാറ്റി നമ്മളവിടെ മെട്രോക്ക് വെയിറ്റ് ചെയ്യട്ടോ. കാരണം ഞാൻ അവന് ഉറങ്ങും വിചാരിച്ചു. ഏകദേശം 11:45 ഒക്കെ ആയിട്ട് നമ്മൾ മെട്രോ കയറുന്ന സമയത്ത്. പിന്നെ ഉറങ്ങിയാലോ വിചാരിച്ച് റിസ്ക് എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അധികം ആൾക്കാരൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തൊന്നും അധികം ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അങ്ങോട്ട് നടന്നു പോയി നോക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു മെട്രോയും കൂടി ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. 12:30 അങ്ങോട്ട് മെട്രോ ക്ലോസ് ചെയ്യും. എന്നിട്ട് അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഇങ്ങനെ മേത്ത് കിടന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കണ്ണടിച്ച് കിടന്നപ്പോൾ ഇപ്പോൾ ഉറങ്ങിയിരിക്കും ആശാന് എന്നൊക്കെ വിചാരിച്ചു. എവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉഷാറോടുകൂടി എണീക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ എന്തോ ഭയങ്കര വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഇടയ്ക്ക് ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു, ഞാനും അവനും മാത്രമായിട്ട് ഇങ്ങനെ പുറത്ത് പോകണം. അപ്പോഴാണ് എൻ്റെ ഒരു വേറെ വേർഷനും അവൻ്റെ ഒരു വേറെ വേർഷനും ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഇത്ര ദിവസം ഉണ്ടായിരുന്ന ഒരു ചെക്കനെയല്ല ഞാൻ കണ്ടിരുന്നു. ഭയങ്കര കാമൻ കോയിട്ട് അങ്ങനെയല്ല, നമ്മൾ ഒറ്റക്കാന്ന് അറിഞ്ഞിട്ട് നമ്മളെ കൂടെ ഭയങ്കര സഹകരിച്ചിട്ടാണ് എന്നോട് അങ്ങനെ എടുക്കാൻ പറയേ. കുറേ നടന്നവന് കാല് വഴിക്കുമ്പോൾ മാത്രം എടുക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ അങ്ങനെ കുറേ നടന്ന് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ടോയ്സും കണ്ടിട്ടൊന്നും അങ്ങനെ വാശി പിടിച്ചൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മ ഒറ്റക്കല്ലേ പപ്പല്ല എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷമായി. വേറൊരു ചെക്കനെ ഞാൻ കണ്ടു. ഞാനാണെങ്കിലും അവനെ ഒറ്റക്ക് നോക്കണോണ്ടേ ഭയങ്കര കെയർ ചെയ്ത് അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി അവനോട് അധികം ഒന്നും ചൂടാവാണ്ട് നല്ല രീതിയിൽ അവനെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോവുക ചെയ്തിട്ടോ. അപ്പോൾ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇനി അടുത്ത ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഒറ്റക്കൊക്കെ പോയി നോക്കണമെന്ന്. എന്നിട്ട് നമ്മൾ അൽബിദയിൽ നിന്ന് കയറി മെട്രോയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ നിൽക്കായിരുന്നു. എന്നിട്ട് ആൾക്കാർക്ക് സീറ്റ് കുട്ടിയുടെ ആയതുകൊണ്ട് അങ്ങനെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതാ മെട്രോ സ്റ്റേഷനിലൊക്കെ എത്തി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഷാമയൊക്കെ വരും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. എനിക്കെന്തായാലും ഇന്ന് വളരെ നല്ല ഹാപ്പിയായ ദിവസം. ഞാനും അവനും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ പ്ലാൻ ഇട്ട് നന്നായി എന്നൊക്കെ തോന്നി. അവനും ഹാപ്പിയായി ഞാനും ഹാപ്പിയായി. ഇനി ഇങ്ങനത്തെ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.